Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയാലോ? എഗ് ആൻഡ് വെജ് ഹക്ക നൂഡിൽസ്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഹക്ക നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് ചിങ്സിൻ്റെ ഹക്ക നൂഡിൽസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ആവശ്യമുള്ളത് വെജിറ്റബിൾസ് ആണ്. കാപ്സിക്കം, ക്യാരറ്റ്, കാബേജ് ഇതെല്ലാം ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞങ്ങൾ കൂടുതലാണ് യൂസ് ചെയ്യാറ്. പിന്നെ ആവശ്യമുള്ളത് ചിക്കൻ പൗഡറാണ്. ചിക്കൻ പൗഡർ 1 ടേബിൾ സ്പൂണാണ്. ഇല്ലെങ്കിൽ മാഗി അല്ലെങ്കിൽ നോറിൻ്റെ ചിക്കൻ ക്യൂബ് ഇട്ടാൽ മതി. 1 ക്യൂബ് മതിയാവും. ആവശ്യമുള്ളത് 5 മുട്ടയാണ്. ഇനി എരിവിനനുസരിച്ചിട്ട് 2-3 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ വിനെഗർ. ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. നൂഡിൽസ് എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിടാം. എന്നിട്ട് ഒരു പാത്രത്തിൽ 4-5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇത് 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റിനേക്കാളും കൂടുതൽ വെക്കരുത്, അല്ലെങ്കിൽ നൂഡിൽസ് സ്റ്റിക്കി ആവും, ഓവർ കുക്കാവും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. 5 മിനിറ്റിന് ശേഷം നൂഡിൽസ് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം, അധികം വേവാതിരിക്കാൻ വേണ്ടി. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എല്ലാ മുട്ടയും പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായാൽ ഇതിലേക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് എഗ്ഗ് പൊട്ടിച്ചെടുക്കണം. ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. ഇത് ഹാർഡാവണവരെ, ഒന്നിങ്ങനെ ഹാർഡാവണവരെ, കളർ മാറണവരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡിയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സൈഡിൽ വെക്കാം. ഇനി ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 30 സെക്കൻഡ് വരെ വഴറ്റിയെടുക്കാം. ഇത് നല്ലൊരു മണം വരും, അതുവരെ ഇത് വഴറ്റിയെടുക്കണം. ഇത് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ക്യാരറ്റും, ക്യാബേജും, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ക്രഞ്ചി ആയിരിക്കണം. ഇത് നന്നായിട്ട് വേവിക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പൗഡറോ അല്ലെങ്കിൽ മാഗി ക്യൂബോ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം, സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, വിനെഗർ എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ്, നൂഡിൽസ്, പച്ചക്കറി എല്ലാം നന്നായി മിക്സ് ആവണ വരെ ഇത് മിക്സ് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകാക്കി കൊടുക്കാം. ഉപ്പ് ഓക്കെ ആണെങ്കിൽ ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടടാ! അപ്പോൾ എഗ് ആൻഡ് വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് റെഡിയാണ്. ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം, എന്തായാലും അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.